തമിഴിൽ കണ്ട പോലെ ഇന്ന് ഒരു അവധി ദിവസമായുണ്ട് തെന്മല വരെ ഒന്ന് പോകാന്ന് വിളിച്ചു. എന്റെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 50 കിലോമീറ്റർ അടുപ്പിച്ചാണ് തെന്മല വരെ. ഇത് നമ്മളിന്ന് പോകാൻ പോകുന്നത് കാറിനകത്തൊന്നും അല്ല, നമ്മൾ പുതുതായിട്ട് എടുത്ത ഓല ഇലക്ട്രിക് സ്കൂട്ടറിനകത്താണ് പോകാനായിട്ട് പോണത്. ആദ്യമായിട്ടാണെന്നല്ല ഇത്രയും ദൂരത്ത് പോകാനായിട്ട് പോണത്. അറിയത്തില്ല. ഇതിനു മുമ്പ് കുറെ സാധനങ്ങളൂടെ കയ്യിൽ കൊണ്ടുപോകുന്നതുകൊണ്ട് ഇതൊക്കെ ഈ വണ്ടിക്ക് അകത്ത് വെച്ചിട്ട് പോവാം. വേറെ ബാഗും കാര്യങ്ങളൊന്നും എന്തായാലും ഞാനൊന്നും എടുക്കാൻ പോകില്ല. വണ്ടിക്കകത്ത് ഇഷ്ടം പോലെ സ്ഥലം ഉള്ളത് കൊണ്ട് പിന്നെ ഇതൊക്കെ വെച്ചുകൊണ്ട് പോവാൻ കഴിച്ചു. ഞാൻ എന്തായാലും ഈ വണ്ടിയുടെ കൂടെ കിട്ടിയ ഹെൽമെറ്റ് അല്ലേ എടുക്കാൻ പോണത്. ഞാൻ മുമ്പ് മേടിച്ച ഈ ഹെൽമെറ്റാണ് എടുക്കാൻ പോണത്. ഓക്കെ, വണ്ടി ഞാനിപ്പോ ഫുൾ ചാർജ് ആക്കിയിട്ടാണ് പോണത്. കാരണം ഇതിൽ തന്നെ അങ്ങ് എത്തിയിട്ട് പോയിട്ട് തിരിച്ചിട്ടോന്ന് അറിയത്തില്ല. കാരണം ആദ്യമായിട്ടാണ് ഇത്രയും ദൂരത്ത് ഈ വണ്ടി കൊണ്ട് പോകാൻ പോണത്. അപ്പോൾ കണ്ടറിയാം കേസ്. ഇപ്പൊ നമ്മൾ വണ്ടി എടുക്കാൻ നേരത്തെ ട്രിപ്പ് 0 ആയിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ ഈ ട്രിപ്പിൽ കാര്യമൊന്നുമില്ല. 488 കിലോമീറ്റർ അത് വേണമെങ്കിൽ നോക്കി വെച്ചേക്കാം. ഈ ട്രിപ്പിൽ കാര്യമൊന്നുമില്ലെന്ന് പറഞ്ഞാൽ ഇത് എവിടെയെങ്കിലും ചെന്നിട്ട് വണ്ടി ഓഫ് ചെയ്തിട്ട് സ്റ്റാൻഡ് മാറ്റി കഴിഞ്ഞാൽ വേണ്ടത് പിന്നെ 0 എന്ന് കാണിക്കത്തുള്ളൂ. അതപ്പോൾ ഇത് നോക്കിയിട്ട് എത്ര കിലോമീറ്റർ ഓടിയെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പെട്ടെന്ന് നോക്ക്. ഒന്നാമത് നല്ല വെയിലും അടിച്ചു തുടങ്ങി. ഈ വെയിലത്ത് എന്തായാലും പോയി കഴിഞ്ഞാൽ നമ്മൾ രണ്ടുപേരും മിക്കവാറും കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോഴേ പറഞ്ഞത് നേരത്തെ പോകാന്നുള്ളത്. ഗേസ്, തുടക്കം തന്നെ ചാർജ് ഒന്നും കളയണ്ടെന്ന് ചോദിച്ചിട്ട് ഞാനിപ്പോ എക്കോ മോഡിലാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഓടിക്കുന്നത്. പയ്യെ ആയാലും അപ്പൊ നേരത്തെ ചെന്നിട്ടൊന്നും സാധിക്കാനല്ലോ, അതുകൊണ്ട് എന്തായാലും പയ്യെ അങ്ങ് പോകാന്ന് വിചാരിച്ചു. അല്ലേ, എങ്ങനെയുണ്ട്? കൂടെ ഇപ്പൊ തന്നെ എന്തായാലും നല്ല മഴക്കോളും കാണുന്നുണ്ട്. പിന്നെ നമ്മൾ രണ്ടൊരു വണ്ടി എടുത്തോണ്ട് പോയാൽ അപ്പോഴും എന്തായാലും മഴയും പെയ്യല്ലേ. നമ്മൾ ഈ എക്കോ എന്ന് പറഞ്ഞ മോഡ് ഇതുവരെ മാറ്റിയിട്ടില്ലല്ലേ? കണ്ടോ, നമ്മൾ എക്കോ എന്ന് പറഞ്ഞ മോഡ് ഇതുവരെ മാറ്റിയിട്ടില്ല. എന്നിട്ട് 2% ചാർജ് കുറയുകയും ചെയ്ത് നമ്മൾ ആ 2% ചാർജിൽ ആകെ ഓടിയത് 2.3 കിലോമീറ്ററാണ്. അങ്ങനെ നോക്കുമ്പോൾ 100%-ല് 100 കിലോമീറ്ററിലേ ഓടൂ. ഫിൽറ്റർ അല്ല, വെയിലടിക്കുന്നതിന്റെ. മിക്കവാറും 100 കിലോമീറ്റർ കിട്ടത്തോളെങ്കിൽ ഞങ്ങൾ അവിടെ പോയിട്ട് മിക്കവാറും ഒരു പിക്കപ്പ് ഒക്കെ വിളിച്ചിട്ട് വണ്ടിയിൽ വരേണ്ടി വരും. ഒരു അത്യാവശ്യം ഒരു ചെറിയൊരു കയറ്റം വന്നിട്ടേ ഉള്ളൂ. എക്കോ എന്ന് പറഞ്ഞ മോഡൽ ഈ തടിച്ചും കൊണ്ട് ഈ വണ്ടി ഓടിച്ചിട്ട് വണ്ടി വലിക്കുന്നത് പോലും ഇല്ല. ഈ എക്കോ എന്ന് പറഞ്ഞ മോഡല് കുറെ നേരം നമ്മൾ ഈ ഒരേ സ്പീഡിൽ ഇങ്ങനെ ഓടിച്ചു പോകുമ്പോഴത്തേന് നമുക്കാണെങ്കിൽ അങ്ങ് കൈയൊക്കെ കിഴച്ചു പോകുന്ന പോലെ തോന്നും. അതുകൊണ്ട് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ വണ്ടി ഒരു 42 കിലോമീറ്റർ സ്പീഡിലൊക്കെ ആയപ്പോഴത്തേന് ഞാൻ നേരെ ക്രൂസ് കൺട്രോൾ അങ്ങ് ഓൺ ആക്കി വെച്ച്. അതാകുമ്പോഴത്തേന് വണ്ടി ആ റേഞ്ചിൽ തന്നെ ലോക്കായിട്ട് നമുക്ക് സ്മൂത്ത് ആയിട്ട് അങ്ങ് വണ്ടി ഓടിപ്പോക്കോളും. അതിപ്പോ ഇതിപ്പോ ഞാൻ പോകുന്ന ഒരു കയറ്റത്തോടാണ്. ആ കയറ്റത്തോടായിട്ട് പോലും വണ്ടി അതേ സ്പീഡിൽ തന്നെ എക്കോ മോഡിൽ കയറി അങ്ങ് പോയി. ഈ സ്പീഡിലെല്ലാം പോണോ അതോ കുറച്ചുകൂടെ സ്പീഡ് കൂട്ടണോ? ഈ സ്പീഡിൽ തന്നെ പോയാ മതിയാ? ഉറക്കം വരുന്നില്ലേ? നമുക്ക് എന്തായാലും മാക്സിമം ഈ ഇക്കോ എന്ന് പറഞ്ഞ മോഡിൽ തന്നെ പോവാല്ലേ. അതാകുമ്പോഴത്തേന് പോയിട്ട് തിരിച്ചു വരാക്കോ. ഈ ഇക്കോ എന്ന് പറഞ്ഞ മോഡിൽ ഇത്ര റേഞ്ച് കിട്ടുന്നുണ്ടെങ്കിൽ ഇതിനകത്തല്ല നോർമൽ സ്പോട്ടിലാണ് പോയാൽ മിക്കവാറും നമ്മളൊന്ന് തിരിച്ചു വരാൻ. ഗൈസ്, ഞാനിപ്പോ വണ്ടി ഓടിച്ച് ഏകദേശം 15 കിലോമീറ്റർ കവർ ചെയ്തിട്ടുണ്ട് വീട്ടിൽ നിന്ന്. ഇപ്പോ എൻ്റെ വണ്ടിയിൽ കാണിച്ചിരിക്കുന്ന ചാർജ് എന്ന് പറഞ്ഞാൽ 90%. അതായത് 10% ചാർജ് കുറഞ്ഞിട്ടുണ്ട് വണ്ടിയുടെ. പക്ഷെ 15 കിലോമീറ്റർ വണ്ടി ഓടുകയും ചെയ്തു. ഞാനിപ്പോൾ 1005-ൽ പോകുന്ന റോഡിലാണ് ഇപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല അടിപൊളിയായിട്ട് നിരന്ന് കിടക്കുന്ന റോഡാണ്. പക്ഷെ എന്നിട്ട് ഞാൻ സ്പീഡ് കയറ്റാനായിട്ട് നോക്കുന്നില്ല. കാരണം ഈ ഒരു റേഞ്ചിൽ എത്ര ദൂരം പോകാൻ ഒക്കുമെന്ന് നമുക്ക് അറിയണമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സ്പീഡിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നത്. ഗൈസ്, അങ്ങനെ നമ്മൾ വണ്ടി ഓടിച്ച് പുനലൂർ എത്താറായിട്ടുണ്ട്. ഈ പുനലൂരാണ് ഗൈസ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൂടുതലുള്ള സ്ഥലം. അതുകൊണ്ട് തന്നെ ഞങ്ങളെ ഉച്ചയിൽ വരെ നല്ല വെയിലടിച്ചുകൊണ്ടാണ് ഞങ്ങൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോണത്. ഇത്രയും ചൂടടിച്ച് വണ്ടി ഓടിക്കുന്നുണ്ട്. ഇനി വീഡിയോസിലേക്ക് കാണുന്ന പോലെ ഈ വണ്ടി ഞങ്ങളെ പൊട്ടിത്തെറിക്കുന്നുള്ള ചെറിയ പേടിയോടുകൂടിയാണ് ഞങ്ങളിപ്പോൾ വണ്ടി ഓടിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു ഇറക്കത്തിലൂടെയാണ് ഞാനിപ്പോൾ വണ്ടി ഓടിക്കുന്നത്. ഇങ്ങനെയുള്ള ഇറക്കത്തിലൊക്കെ നമ്മൾ ക്രൂസ് കൺട്രോൾ ഓണാക്കിയിട്ട് വണ്ടി ഓടിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഈ എക്കോ മോഡിലൂടെയൊക്കെ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ വണ്ടിയുടെ സ്പീഡ് കൂടും. ഈ എക്കോ മോഡിലാണ് നമ്മളിപ്പോൾ ഓടിക്കുന്നത്. അങ്ങനെ നമ്മൾ ത്രോട്ടിലൂടെ കൊടുത്തോണ്ടിരുന്ന വണ്ടി 42 മേലോട്ട് പോകാതെ വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് ബ്രേക്ക് അപ്ലൈ ആവും. അങ്ങനെ നമ്മൾ ഇറക്കത്തിൽ വണ്ടി പമ്പി പോവും, വണ്ടി ബാക്കിലോട്ട് വലിക്കും. അതേസമയം വണ്ടി നമ്മൾ ഫ്രീ ആയിട്ട് വിട്ട് കഴിഞ്ഞാൽ വണ്ടി 50-60-ലൊക്കെ കയറി അങ്ങ് പോവുകയും ചെയ്യും. ബാറ്ററി ഡ്രെയിൻ ആവത്തുമില്ല. ഞാൻ ഇങ്ങോട്ടുള്ള വഴിയൊക്കെ മറന്നതായിരുന്നു. ഇപ്പൊ ഞാൻ മാപ്പ് ഇട്ടിട്ടില്ല, മാപ്പ് ഇടാതെയാണ് വന്നത്. പക്ഷെ പുള്ളൂർ എത്തിയപ്പോ തന്നെ വഴിയൊന്ന് ജസ്റ്റ് ആ തൂക്കുപാലത്തിലേക്കുള്ള വഴി ഞാൻ മറന്നുപോയി. നമ്മൾ വേറൊരു വഴി പോയിട്ട് പിന്നെ തിരിച്ചൊക്കെയാണ് വന്നത്. പക്ഷെ ഇതിന്റെ പ്രോ മോഡൽ ഓലയുടെ S1 Pro ഒക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് ഈ സ്ക്രീനിനകത്ത് തന്നെ മാപ്പ് ഇട്ടിട്ട് ഫോണിനകത്ത് ഉണ്ടല്ലോ, സ്ക്രീനിനകത്ത് തന്നെ മാപ്പ് ഇട്ടിട്ട് അത് നോക്കി ഓടിച്ച് പോയാൽ. പക്ഷെ ഇത് കുറഞ്ഞ മോഡലായതുകൊണ്ട് ഇതിനകത്ത് മാപ്പും കാര്യങ്ങളൊന്നും നമുക്ക് പോയി വണ്ടിക്ക് ഇടാനായിട്ട് പറ്റത്തില്ല.
ഗൈസ് അങ്ങനെ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട്. ടോട്ടല് വണ്ടി 48.2 കിലോമീറ്റർ ആണ് എക്കോ മോഡിൽ ഓടിയേക്കുന്നത്. 100% ഉണ്ടായിരുന്ന ബാറ്ററി പെർസെന്റേജ് ഇപ്പൊ 69 ആയി. അതായത് 31% ചാർജ് വണ്ടിയിൽ നിന്ന് കുറഞ്ഞിട്ടുണ്ട്. ഇവിടെ വരെ എത്തിയപ്പോഴത്തേനും വെയിലടിച്ച് ഞങ്ങളെ മുഖം രണ്ടും ഒരു പരുവായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഇപ്പം നിൽക്കുന്നത് തെന്മല ഡാം എത്തുന്നതിന് മുമ്പുള്ള ഒരു ചെക്ക് ഡാമിലാണ് ഗൈസ്. അവിടെ നിന്നുള്ള വ്യൂ എല്ലാം അടിപൊളി തന്നെയായിരുന്നു. ഈ ഡാം തുറന്ന് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതിന്റെ മുകളിൽ കയറിയുന്ന കുറച്ചുകൂടെ നല്ല വ്യൂ ആണെന്ന് അറിഞ്ഞുകൊണ്ട് ഞങ്ങൾ രണ്ടുകൂടെ പിന്നെ നേരെ മുകളിലോട്ട് വെച്ച് പിടിച്ചു. നല്ല ആരും വരുന്ന നല്ല ഡ്രസ്സുണ്ട്, ഇവിടുന്ന് കാണാൻ നല്ല ഭംഗിയുണ്ട്. വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ വണ്ടി ഓഫ് ആക്കിയിട്ട് ഓൺ ആക്കിയപ്പോഴത്തേന് ആ ട്രിപ്പ് എന്ന് പറഞ്ഞുള്ളത് റീസെന്റ് ആയിട്ട് ഇപ്പൊ വീണ്ടും 0 ആയിട്ടുണ്ടായിരുന്നു. ഇവിടെ തന്നെ നമുക്ക് ചാർജ് ഇല്ലാതെ നിങ്ങൾ പെട്ടുപോയാലും ഇവിടെ ചാർജ് ചെയ്യാൻ കഴിയും. സ്പോർട്സ് മോഡിലാണ് ഗൈസ് ഞാൻ ഈ വണ്ടി ഓവർടേക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. കാരണം നോർമൽ മോഡിൽ ഇത്രയും വളവിലൊക്കെ വണ്ടി ഓവർടേക്ക് ചെയ്യാൻ നിന്നാൽ ചിലപ്പോൾ പണി പോകാം. അതുകൊണ്ട് ഞാൻ സ്പോർട്സ് മോഡിൽ ഇട്ട് കൈ നേരെ ഞാൻ കൊടുത്തു വെച്ചു. ഈ മോഡിലാണെങ്കിൽ വണ്ടി റോക്കറ്റ് വിട്ട പോലെ പില്ലണയും വെച്ചുകൊണ്ട് കീറിയും പോയി ഗൈസ്. കുറെ നേരിട്ടും വെയിലത്ത് വണ്ടി ഓടിച്ച് ഞങ്ങൾ രണ്ടൊരു ഊപ്പാട് വന്നുകൊണ്ട് തൊട്ടടുത്തുണ്ട് കുലുക്കിക്കടയിൽ ഞങ്ങൾ വണ്ടി അങ്ങ് ചവിട്ടി. ഇത്രയും നേരം വണ്ടി ഓടിച്ച ക്ഷീണം ഈ ഒറ്റ ഗ്ലാസ് കുലുക്കി കുടിച്ചപ്പോൾ തന്നെ അങ്ങ് മാറിയ. ഈ ഒരു വലിയ ഗ്ലാസ് വെള്ളത്തിന് 30 രൂപയാ ചേച്ചി ഞങ്ങളെ നിന്ന് മേടിച്ചോളൂ. വെള്ളമൊക്കെ കുടിച്ച് കുറച്ചു നേരം അവിടെ നിന്ന് വിശ്രമിക്കുമ്പോഴത്തേനാണ് ഗൈസ് നമ്മൾ നേരത്തെ ഓവർടേക്ക് ചെയ്ത് കയറി വണ്ടി നമുക്കൊരു ഡാറ്റയൊക്കെ തന്ന് നമ്മളെ വിട്ട് പോണതാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ വണ്ടി എടുത്ത് നേരെ തിരിച്ച് വീട്ടിലേക്ക് വന്നു. അങ്ങോട്ട് ഫുള്ള് എക്കോ മോഡിൽ പോയ നമ്മള് തിരിച്ച് എങ്ങനെയും പെട്ടെന്ന് വീട്ടിൽ വരാനായിട്ട് നോർമലിലും സ്പോർട്സിലും ഒക്കെയാണ് വന്നത്. അതുകൊണ്ട് തന്നെ അങ്ങോട്ട് പോയതിന്റെ പകുതി സമയം എടുത്തുള്ളൂ തിരിച്ച് വീടെത്താനായിട്ട്. ഗൈസ് അങ്ങനെ ട്രിപ്പ് എല്ലാം കഴിഞ്ഞ് തിരിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. നിലവിൽ ബാറ്ററിയിൽ 20% ചാർജ് മാത്രമേ ബാക്കിയുള്ളൂ. 100% ആക്കിയിട്ട് പോയ വണ്ടിയിൽ ഞങ്ങൾ ടോട്ടൽ ഓടിയേക്കുന്നത് 103 കിലോമീറ്റർ ആണ്. അതിനെടുത്തത് 80% ചാർജ്. ഓടിയ 103 കിലോമീറ്ററിൽ 50 കിലോമീറ്റർ ഓടിയത് എക്കോ എന്ന് പറഞ്ഞ മോഡിലാണെന്ന് ആലോചിക്കണം. ഓലയുടെ ആപ്പിലുള്ള അപ്ഡേഷന് മുമ്പാണ് ഞാനിപ്പോൾ ഈ റേഞ്ച് വെച്ച് നടത്തിയത്. ആപ്പിൽ അപ്ഡേഷൻ വരുമ്പോഴത്തേന് എന്തായാലും വണ്ടിയുടെ റേഞ്ച് മാറുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ വണ്ടിയുമായിട്ടുള്ള പുതിയ പുതിയ വിശേഷങ്ങളും പുതിയ അപ്ഡേഷനുകളൊക്കെ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. അപ്പോൾ ബാക്കി നാളെ.